ഇത് നമ്മൾ ഹോം മെയ്ഡ് ഷാമ്പു ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഹെന്നയൊക്കെ ചെയ്ത കളറ് പെട്ടെന്ന് ഇളകി പോവാതിരിക്കാം ഇതുപോലെ ഷാമ്പു ചെയ്യുന്നതിന് പകരം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി മുടിയൊക്കെ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോവില്ല കേട്ടോ. ഇത് വളരെ ഈസിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ആദ്യം തന്നെ ഞാനിവിടെ 1 സ്പൂണോളം തേയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരു ഹാഫ് ഗ്ലാസ് ആക്കി കൊണ്ടുവരണം കേട്ടോ. കുറച്ച് മതി. ഈ ചായയുടെ കറയാണ് കേട്ടോ നമ്മൾ ഹെന്നയിലൊക്കെ ചേർക്കുമ്പോൾ നമ്മളെ മുടിയിൽ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതാ തിളച്ച് ഒരു 1/2 ഗ്ലാസ്സായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറി ഇതിനെ അരിച്ചെടുക്കാം. ഇനി ഞാനിവിടെ 2 അലോവേരയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ഇതൊക്കെ പോകാനുണ്ട് ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഇവിടുന്ന്. അതൊക്കെ നന്നായി കഴുകി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ജെല്ലെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ ജെല്ല് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കണേ. ഇനി ഞാനിത് ഇതുപോലെയാണ് കേട്ടോ ജെല്ലെടുക്കുന്നത്. മിക്കവാറും ഞാൻ എല്ലാ വീഡിയോസിലും അലോവേര ചേർത്തിട്ടുള്ള എല്ലാ ഹെയർ മാസ്കും എണ്ണയെല്ലാം ഞാൻ ഇടാറുണ്ട്. അലോവേര മുടി വളരാൻ വളരെ നല്ലതാണ് കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ പോയി താരനൊക്കെ നന്നായിട്ട് പോവും. ഇപ്പോൾ നമ്മൾ ഷാമ്പൂ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനൊക്കെ കിട്ടാൻ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട, ഒത്തിരി പാടൊന്നുമില്ല. കലക്കി ഇങ്ങനെ എടുത്തു വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ അലോവേരയുടെ ജെല്ല് മുഴുവനായിട്ട് നമ്മളിതുപോലെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കടലമാവ് ഒരു ഷാമ്പു എഫക്റ്റ് തന്നെയാണ് നമ്മൾ തല കഴുകുമ്പോൾ. ഞാനിവിടെ 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ തന്നെ മുടി കഴുകാൻ ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ. മൈലാഞ്ചിപ്പൊടി ഓപ്ഷനിലാണ്. നമ്മൾ ഹെന്ന ചെയ്തവരൊക്കെയാണ് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടുള്ളൂ. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് കേട്ടോ. മൈലാഞ്ചി ഇലയാണെങ്കിലും നല്ലതാണ് കേട്ടോ, അരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ നേരത്തെ ചായ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നില്ലേ, അത് നല്ല കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം കേട്ടോ. ഇതുപോലെ ഹെന്ന മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഷാമ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കടലപ്പൊടി നന്നായിട്ട് നമ്മുടെ തലയിലുള്ള എണ്ണമയവും ചളിയും പൊടിയും എല്ലാം ഇളക്കി കളയാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ മിക്കവാറും ഹെന്ന തേച്ച് കഴിഞ്ഞാൽ അത് ഓരോ തവണ ഷാമ്പു ഇടുമ്പോഴും അതിൻ്റെ ആ കളറൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരില്ലേ. അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ആ ഒരു കളറ് മാറില്ല. കൂടുതൽ നല്ല തിക്കായിട്ടുള്ള മുടിയുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കുക. അതല്ലെങ്കിൽ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഷാമ്പു ഇതിൽ മിക്സ് ചെയ്താലും മതി. ഞാനിത് തലയിലിപ്പോൾ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ തേക്കുന്നത് നമ്മുടെ കാച്ചിയ എണ്ണ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ജലദോഷമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ പനിക്കൂർക്കയുടെ ഇലയോ അതല്ലാന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ രാസനാദിപ്പൊടിയോ ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തലയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ടാണ് കേട്ടോ അത് കാണിക്കുന്നത്. ശരിക്കും നല്ലൊരു കണ്ടീഷണറും ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ, അതാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ. വിൻഡോയുടെ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നല്ല കളറ് ഈ പറഞ്ഞ പോലെ വെളുത്ത മുടിയൊക്കെ ആണെങ്കിൽ ആ ചായക്കറയൊക്കെ നമ്മുടെ മുടിയിൽ പിടിച്ചിട്ടുണ്ടാകും. എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കണേ, എങ്ങനെയുണ്ടെന്ന് അറിയിക്കണേ. എനിക്കിത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.